ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡൽഹി വന്നിട്ട് മാർക്കറ്റിൽ പോയില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഡൽഹിയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായ സരോജിനി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. സരോജിനി മാർക്കറ്റ് എക്സ്ക്ലൂസീവ് ഫോർ ലേഡീസ് എന്ന് വേണമെങ്കിൽ പറയാം. ജെൻസ് ഐറ്റവും ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഐറ്റമാണ് ഏറ്റവും കൂടുതൽ. വളരെ വിലക്കുറവിലാണ് ഇവിടെ ഡ്രസ്സുകളും മേക്കപ്പ് കിറ്റ്സ്, ബാഗ്സ്, അങ്ങനെ സൈഡ് ബാഗ്, ഫുട്വെയർ, അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഗേൾഫ്രണ്ട്, വൈഫ് അങ്ങനെയുള്ളവരായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പോക്കറ്റ് കാലിയാവാതെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കാൻ ഈ ഒരു മാർക്കറ്റ് നിങ്ങളെ സഹായിക്കും. ലേഡീസ്, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഡൽഹി വന്നാൽ എന്തായാലും ഈ മാർക്കറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് വേണ്ട A to Z സാധനം സരോജിനി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബോയ്സ്, നിങ്ങളാണ് സരോജിനി മാർക്കറ്റിൽ വരാമെങ്കിൽ നിങ്ങളുടെ ലവറിനോ വൈഫിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാം. ബോയ്സിൻ്റെതായിട്ടുള്ള ഐറ്റങ്ങൾ ഇവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, വളരെ കുറവാണ്. ലൈക്ക് നിങ്ങൾക്ക് വേണ്ട ജീന്, ഷർട്ട്, ടീഷർട്ട്, അല്ലെങ്കിൽ ഫുട്വെയർ, ഷൂസ്, ക്യാൻവാസുകൾ, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് എല്ലാം കിട്ടും. നിങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് വിലക്കുറവിൽ നോക്കുന്നതെങ്കിൽ സരോജിനി മാർക്കറ്റ് അതിന് പറ്റിയൊരു ലൊക്കേഷൻ അല്ല. ഡൽഹിയിൽ അതിന് വേറെ സ്ഥലങ്ങളുണ്ട്. അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ പിറകെ ഇടാം. ഇത് കണ്ടോ, കണ്ടാൽ സ്വർണം തന്നെ എന്ന് വിചാരിക്കും, പക്ഷെ ഇതൊന്നും സ്വർണ്ണമല്ല. 10-20 രൂപയ്ക്ക് കിട്ടുന്ന ഓരോ ഐറ്റംസ് ആണ്. ലേഡീസ്, നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള സ്റ്റഡ്സ്, മാല, മേക്കപ്പ് കിറ്റ്സ്, റിബൺസ്, ക്ലിപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് നോക്കിക്കേ. വളരെ 200, 100, 150, 250 ആ ഒരു റേഞ്ചിൽ മോഡേൺ ആയിട്ടുള്ള ജീൻസ്, ടോപ്സ്, അങ്ങനത്തെ നിങ്ങളുടെ മോഡേൺ ഡ്രസ്സുകളായാലും ട്രഡീഷണൽ ഡ്രസ്സുകളായാലും ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇത് കണ്ടോ, ഇത് എന്ത് ഭംഗിയുള്ളത് വളയാണെന്ന് തോന്നുന്നു. എനിക്ക് ഐറ്റംസിന്റെ പേരൊന്നും അറിയില്ല. ലേഡീസ്, നിങ്ങൾ തന്നെ കണ്ടിട്ട് ഇത് കണ്ടോ, മേക്കപ്പ് കിറ്റ്സ്, ഇതിനൊക്കെ വളരെ, അതായത് ബ്രാൻഡഡ് ആണ് കേട്ടോ. ഐറ്റം ബ്രാൻഡഡ് ആണ്. പിന്നെ നോക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് പഴയ സാധനങ്ങൾ ചിലപ്പോൾ എടുത്ത് ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ നോക്കിയെടുത്ത് ബാർഗെയിനിങ്ങും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ കണ്ട ആ സൈഡ് ബാഗിനൊക്കെ 300 രൂപ, 250 രൂപയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ബാർഗെയിനിങ് സ്കില്ല് അനുസരിച്ച് അതിന്റെ റേറ്റ് വീണ്ടും കുറയും. ഇതുപോലെ ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ള ബോർഡുകൾ വെച്ച കടയിൽ കയറി ബാർഗെയിൻ ചെയ്യാൻ നിൽക്കരുത്. അവർ നല്ല ചീത്ത പറയും കേട്ടോ. എന്നും പറഞ്ഞ ഒരു ടിപ്പിക്കൽ മലയാളി ബാർഗെയിൻ ചെയ്യാതെ ഒരു കടയിൽ നിന്നും ഒരു സാധനവും വാങ്ങാറില്ലല്ലോ. നിങ്ങളുടെ ബാർഗെയിൻ സ്കില്ല് അവിടെയും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. മാക്സിമം യൂസ് ചെയ്യുക. മാക്സിമം വിലക്കുറവിൽ എടുക്കുക. ഓൾറെഡി ഇത് വിലക്കുറവാണ്. ഇനിയും നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യാതെ വരണ്ട, ബാർഗെയിൻ ചെയ്ത് നോക്കൂ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ നിങ്ങൾ അവിടെ പോകുമ്പോൾ ബാർഗെയിനിങ് സ്കില്ല് കൂടുതലുള്ള ഒരാളെ കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. ഈ സ്റ്റഡുകളെല്ലാം നാട്ടിൽ എത്രയായിരിക്കും വില വരുന്നത്? ഇവിടെ ഇത് 10, 15, 20 രൂപ വരെയൊക്കെ ഉള്ളൂ. 10 ഒക്കെ എടുക്കാം, 100 രൂപയ്ക്ക് നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, ഈ മോഡേൺ ടെക്നോളജി. ഇത് കണ്ടോ, വെറും 50 രൂപയ്ക്ക് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്സ് ഒക്കെ. ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. വേറൊരു പ്രത്യേകത, ഇവിടെ കിഡ്സിന്റെ ഐറ്റത്തിലും വില കുറവാണ്. എന്നൊക്കെ ഉണ്ടോ, കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് 150 രൂപ, 50 രൂപ, 200 രൂപയൊക്കെയാണ് മാക്സിമം പ്രൈസ് ഇവിടെ ഉള്ളൂ. ഇതൊക്കെ നാട്ടിൽ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 600-700 രൂപ കൊടുക്കണം. അല്ലെങ്കിലും നാട്ടിലുള്ളവർ ഇവിടെ നിന്ന് ഐറ്റം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് വന്നിട്ട് അവിടെ വില കൂടുതലായിട്ട് വിൽക്കലാണ് പതിവ്. നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഐറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലാഭമായിരിക്കും. ബോയ്സ് ടീഷർട്ട്സ് ആണ് ഇതെല്ലാം. 350 രൂപയേ ഉള്ളൂ. വീട്ടിൽ ഉപയോഗിക്കുന്ന കപ്പുകൾ മുതൽ കപ്പ്, സോസർ, ട്രേസ്, അതും ഇവിടെ കിട്ടും. പിന്നെ അത്യാവശ്യം അലങ്കാര വസ്തുക്കളും, വീട്ടിൽ വെക്കേണ്ട അലങ്കാര വസ്തുക്കൾ, ഷോക്കേസിൽ വെക്കേണ്ട പ്രതിമകൾ, അങ്ങനത്തെ ഉള്ള ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ വിലക്കുറവിലാണ് നമുക്ക് ലോങ് ബാഗ്സ്, ട്രാവൽ ബാഗ്സ്, ട്രാവൽ ട്രോളീസ് എല്ലാം ഇവിടെ കിട്ടും. പക്ഷെ ഇവരോട് നിങ്ങൾ എന്തായാലും ബാർഗെയിൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം വില കൂടുതലാണ് പറയുക, എന്നിട്ട് താഴെ വരികയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവരോട് ബാർഗെയിൻ ചെയ്യുക. ഇത് നമ്മുടെ ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഫോർമൽ ഡ്രസ്സുകളാണ്. ഇതിനെല്ലാം വളരെ വില കുറവാണ് കേട്ടോ. ഒരു 300 രൂപയൊക്കെ തന്നെ, 300 രൂപ, 350, ഇത് വേണ്ട 350 രൂപയോ ഇതിനൊക്കെ ഉള്ളൂ. 100-150 രൂപയ്ക്ക് ഈ കാണുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന ടവലുകൾ നമുക്ക് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള ടവലുകളാണ് കേട്ടോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഐറ്റംസും ഇവിടെ കിട്ടും. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ വീഡിയോ ഞാൻ പിറകെ ചെയ്യാം. ഇതുണ്ടോ, ഓരോ 150 രൂപ, 100 രൂപ. ഈ സരോജിനി മാർക്കറ്റ് വളരെ ഒരു വലിയ മാർക്കറ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നിങ്ങൾ ഷോപ്പിങ്ങിന് വരുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ നടക്കുന്ന ഒരു ക്ഷീണം അറിയില്ല. വീട്ടിൽ പോയി ഇരുന്ന് ഒന്ന് കിടക്കുമ്പോഴായിരിക്കും സരോജിനി മാർക്കറ്റ് നടന്നതിന്റെ ഒരു ക്ഷീണം. വളരെ വലിയൊരു മാർക്കറ്റാണ്. രാവിലെ ചെന്ന ഒരു വൈകുന്നേരം വരെ കറങ്ങി കാണാവുന്നതും പർച്ചേസ് ചെയ്യാവുന്നതും അത്രയും കടകൾ സരോജിനി മാർക്കറ്റിലുണ്ട്.
ഈ കാണുന്ന ചപ്പലുകൾക്ക് നാട്ടിൽ എന്തായിരിക്കും പ്രൈസ്? നല്ല വില കൂടുതലായിരിക്കും. എന്തായാലും ഒരു 1000 രൂപയുടെ അടുത്ത് കൊടുക്കണ്ടേ? ഇതിവിടെ വെറും 100-150 രൂപയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ്. ബോയ്സ്, നിങ്ങൾക്ക് പറ്റിയതാണ്. വെറും 300 രൂപയെ ഈ ടീഷർട്ടിനുകളൊക്കെ ഉള്ളൂ. ഈ 300 എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒരു 3-4 എണ്ണം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇതോടെ ട്രാക്സ്, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രാക്സും ഇവിടെ കിട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ബാർഗെയിനിങ് മസ്റ്റായിട്ട് ചെയ്യുക. കണ്ടോ, ഷൂസ് നോക്കൂ, എത്ര മനോഹരം. മഴ വരുന്നതുകൊണ്ടാണ് അവരത് മൂടി വയ്ക്കുന്നത്. ലേഡീസിന് വരുന്ന സ്റ്റഡ്സ് ആണെങ്കിലും വളകളാണെങ്കിലും ഗോൾഡ് ഇമിറ്റേറ്റഡ് ഓർണമെന്റുകളാണെങ്കിലും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. 100 രൂപ എന്ന് എഴുതിയിരിക്കുന്നത് 10 എണ്ണം മേടിക്കാനൊക്കെയാണ് കേട്ടോ. നല്ലൊരു മഴയും വന്നു. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത അപ്പം മഴയ്ക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പം വരും മഴ. നല്ലൊരു മഴയുണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നു. എല്ലാം കണ്ണ് രണ്ട് സൈഡിലും, നിങ്ങൾ നടക്കുന്ന രണ്ട് സൈഡിലും അത്രയും കളക്ഷൻസ് ആണ്. ഇവിടെ കളക്ഷൻ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വരാനുള്ള ചാൻസ് 99.99% കുറവാണ്. പിന്നെ ആ 0.01% അതിപ്പോ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ. ഒന്നും ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ആ 0.01%. അല്ലാതെ ഒരു ചാൻസും ഇല്ല. ഇവിടെ കളക്ഷൻസും ഉണ്ട്, ഐറ്റംസും ഉണ്ട്, അത്രയും കടകളും ഉണ്ട്. അത്രയും വലിയൊരു മാർക്കറ്റ് കൂടെയാണ്. ഡൽഹി വന്നിട്ട് സരോജിനി മാർക്കറ്റിൽ വന്നില്ലെങ്കിൽ വളരെ ഒരു നഷ്ടബോധം നിങ്ങൾക്ക് പിന്നീട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഡൽഹി വന്ന മസ്റ്റായിട്ടും സരോജിനി മാർക്കറ്റിലേക്ക് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു മിനിമം ഒരു 3 to 4 hours എങ്കിലും സരോജിനി മാർക്കറ്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. കാരണം അത്രയും വലിയൊരു മാർക്കറ്റാണ്. പിന്നെ നിങ്ങളുടെ പർച്ചേസിങ് ക്വാണ്ടിറ്റി അനുസരിച്ച് ടൈം വീണ്ടും കൂടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാനാണ് 3 to 4 hours വേണ്ടി വരും എന്ന് പറഞ്ഞത്. മിനിമം 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ബാർഗെയിനിങ് അനുസരിച്ച് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിങ് ആയാലും ബാഗ്സ് ആയാലും നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതേ ഐറ്റംസ് നാട്ടിലെ വിലയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1/3 മാത്രമേ ഡൽഹി മാർക്കറ്റ്സിൽ വിലയുള്ളൂ. അതിലും നിങ്ങൾക്ക് ബാർഗെയിനിങ് സ്കില്ല് അനുസരിച്ചിട്ട് അതിലും നിങ്ങൾക്ക് വില കുറവിൽ കിട്ടും. ഇതുപോലത്തെ പാവക്കുഞ്ഞുങ്ങളായാലും കൊച്ചുങ്ങൾക്ക് ഡ്രസ്സായാലും ലേഡീസിനുള്ള ഡ്രസ്സായാലും ബാഗ്സ്, ഷൂസ് എല്ലാം ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങൾ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട മാർക്കറ്റാണ്. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ തന്നെ അത് പർച്ചേസ് ചെയ്യും. സോ ഇതുവരെയ്ക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺസ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്തൊരു ഡൽഹി വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.